നമസ്കാരം. ഇന്ന് നമ്മൾ +1 ഫിസിക്സിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2018 മുതൽ 2021 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒന്നാമത്തെ പാർട്ടിൽ 2021ലെയും 20ലെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. പാർട്ട് 2ൽ 2018ലെയും 2019ലെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്. പാർട്ട് 2ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. യൂസിങ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഡിറൈവ് ദ ഇക്വേഷൻ F=ma. ഇപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഉപയോഗിച്ചിട്ട് F=ma എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. എന്താണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത്? ദ rate of change of momentum of a body is directly proportional to the applied force and takes place in the direction in which the force acts. Mathematically നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? F is proportional to d by dt of p. അല്ലേ? ഇവിടെ p എന്ന് പറഞ്ഞാൽ എന്താണ്? p is the momentum ആണ്, mass into velocity. അല്ലേ? നമുക്ക് F is equal to, ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി സൈനെ ഈക്വൽ ആക്കുമ്പോൾ F is equal to K into d by dt of P ആയിട്ട് എഴുതാം. F is equal to K into d by dt of P. ഇനി ഈ Pക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? mv കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എന്താവും? F is equal to K into d by dt of mv, mass into velocity. ഇവിടെ m കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് m ഔട്ട് സൈഡ് എടുക്കാം. സോ k ഇൻറ്റു m ഇൻറ്റു d ബൈ ഡി ടി ഓഫ് v. എന്താണ് d ബൈ ഡി ടി ഓഫ് v? അതെല്ലാവർക്കും അറിയാം അല്ലേ? ആക്സിലറേഷൻ ആണത്. സോ k ഇൻറ്റു m ഇൻറ്റു a. ഇവിടെ kയുടെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് തന്നെ f ഈസ് ഈക്വൽ ടു എത്രയായിട്ട് എഴുതാം? f ഈസ് ഈക്വൽ ടു ma ആയിട്ട് എഴുതാം. ഇവിടെ നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന്, അതായത് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി ബൈ ഡി ടി ഓഫ് പിയിൽ നിന്ന് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ എ മൂവിംഗ് ബസ് ഈസ് സഡൻലി സ്റ്റോപ്സ് ദ പാസഞ്ചേഴ്സ് ടെൻസ് ടു ഫോൾ ഫോർവേഡ്. ദിസ് ഈസ് ഡ്യൂ ടു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അല്ലേ? നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മളെല്ലാവരും കൂടി മുന്നോട്ട് വീഴാൻ പോകും. അതിന് കാരണം എന്താണ്? ദാറ്റ് ഈസ് ഡ്യൂ ടു ഇനേർഷ്യ. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഇനേർഷ്യ ഓഫ് മോഷൻ അല്ലേ? ഇത് ആക്ച്വലി മൂവ്മെൻറ്റിലാണ്, അതുകൊണ്ട് നമുക്ക് പറയാം ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഇനേർഷ്യ ഓഫ് മോഷൻ. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ബൈ ഇറ്റ് സെൽഫ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ along a straight line. അപ്പോൾ ഇവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഇനേർഷ്യ ഓഫ് മോഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വെഹിക്കിൾ ഓഫ് മാസ് m ഈസ് മൂവിങ് ഓൺ എ ബാങ്ക്ഡ് റോഡ് ഓഫ് റേഡിയസ് r. m മാസ് ഉള്ളൊരു വെഹിക്കിൾ, അതൊരു ബാങ്ക്ഡ് റോഡ്, അതിൻ്റെ റേഡിയസ് r ആണ്, അതിൽ കൂടെ മൂവ് ചെയ്യാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വേരിയസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ വെഹിക്കിൾ? അപ്പോൾ വെഹിക്കിളിൽ ആക്ട് ചെയ്യപ്പെടുന്ന വേരിയസ് ഫോഴ്സസ് ഏതൊക്കെയാണ്? രണ്ടാമത്തേത്, ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ഓൺ ദ ബാങ്ക്ഡ് റോഡ്. അപ്പോൾ അവിടെ ബാങ്ക്ഡ് റോഡിൽ മൂവ് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം സേഫ് സ്പീഡിനുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. മൂന്നാമത്തേതൊരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി. ഒരു ബാങ്ക്ഡ് റോഡിൽ m മാസുള്ള ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുന്നു, അതിന്മേൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ബാങ്കിങ് എന്ന് നോക്കാം. എന്താണ് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ സർഫസിനെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ ഇന്നർ എഡ്ജിനെ അപേക്ഷിച്ച് ഔട്ടർ എഡ്ജ് റേസ് ചെയ്തിട്ട് പണിതിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുക? ബാങ്ക്ഡ് എന്ന് പറയുന്നത്, ബാങ്ക്ഡ് റോഡ് എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. സർഫസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഇവിടെ നമ്മൾ ഈ ബാങ്ക്ഡ് റോഡിൽ ഒരു വെഹിക്കിൾ, അതിൻ്റെ മാസ് എന്ന് പറയുന്നത് m ആണ്. ഇതിന്മേൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് പറയാം ഇതിൻ്റെ വെയിറ്റ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വെയിറ്റ് നേരെ താഴേക്ക് mg ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ഈ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് നമുക്ക് നോർമൽ വരയ്ക്കാം 90 ഡിഗ്രി.
നോർമൽ റിയാക്ഷൻ. ഇപ്പോൾ ഇവിടെ നോർമൽ റിയാക്ഷൻ ഈ 90 ഡിഗ്രിയിൽ എന്തുണ്ടാവുന്നുണ്ട്? നോർമൽ റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഇനി ഈ എന്നിനെ, ഇത് നോർമൽ റിയാക്ഷൻ നമ്മൾ എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്നിനെ നമുക്ക് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഇത് ആംഗിൾ തീറ്റ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എൻ കോസ് തീറ്റ ആയിട്ട് എഴുതാം. ദെൻ ദിസ് വൺ ഈസ് എൻ സൈൻ തീറ്റ. അപ്പോൾ നമുക്കൊരു 2 ഫോഴ്സുകൾ കിട്ടി. ഒന്ന് mg കിട്ടി, പിന്നെ നോർമൽ റിയാക്ഷൻ n ആണ്. അതിനെ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്തു. എൻ കോസ് തീറ്റയും എൻ സൈൻ തീറ്റയും. ഇനി ഈ വെഹിക്കിളും റോഡും തമ്മിൽ നമുക്കറിയാം അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അവിടെ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ആയിട്ട് എഴുതാം. ഇതുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ എഫിനെ നമുക്ക് റിസോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ തീറ്റയോട് ചേർന്ന് നടക്കുന്നത് എത്രയായിരിക്കും? എഫ് കോസ് തീറ്റ ആയിരിക്കും. ഇനി നേരെ താഴേക്ക് അനുഭവപ്പെടുന്നത് ഏതായിരിക്കും? എഫ് സൈൻ തീറ്റ ആയിരിക്കും. ഇനി ഈ എഫ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ ഇതൊരു ഡയറക്ഷനിലാണ് അനുഭവപ്പെടുന്നത് അല്ലേ. എഫ് കോസ് തീറ്റയും എൻ സൈൻ തീറ്റയും അതിൻ്റെ സമ്മാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 4 തരത്തിലുള്ള ഫോഴ്സുകൾ വരുന്നുണ്ട്. ഒന്ന് വെയിറ്റ് mg വരുന്നുണ്ട്. ദെൻ നോർമൽ റിയാക്ഷൻ n, അത് നമുക്ക് ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. അത് നമുക്ക് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ 4 തരത്തിലുള്ള ഫോഴ്സുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഒന്ന് വെയിറ്റ് നേരെ താഴേക്കുണ്ട്. ദെൻ 90 ഡിഗ്രി ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ റിയാക്ഷൻ ഉണ്ട്. അത് നമുക്ക് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ദെൻ ഈ സർഫസും റോഡും തമ്മിൽ എന്തുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ദെൻ ഇത് ഈ ഒരു സർക്കുലർ റോഡിൽ മൂവ് ചെയ്യണമെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം അല്ലേ. സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? എഫ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനോടൊപ്പം തന്നെ ഈ നോർമൽ റിയാക്ഷൻ്റെ ഒരു ഭാഗം കൂടി ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദ മാക്സിമം സേഫ് സ്പീഡ് ഓൺ ദ വെഹിക്കിൾ ഓൺ ദ ബാങ്ക്ഡ് റോഡ്. അപ്പോൾ ഈ ബാങ്ക്ഡ് റോഡിൽ മാക്സിമം സേഫ് സ്പീഡിൽ അല്ലെങ്കിൽ മാക്സിമം സേഫിൽ മൂവ് ചെയ്യാൻ പറ്റാവുന്ന അതിനുള്ള എക്സ്പ്രഷൻ, സേഫ് സ്പീഡിനുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിലേക്ക് പിന്നെയും വരാം. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ഏതൊക്കെയാണ്? mg ഉണ്ട്, പിന്നെ ഏതുണ്ട്? എഫ് സൈൻ തീറ്റയാണ്. mgയും എഫ് സൈൻ തീറ്റയും. അപ്വേർഡ് ഫോഴ്സ് ആണ് ഏതാണ്? എൻ കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്യാവുന്നതാണ്. എൻ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? mg പ്ലസ് എഫ് സൈൻ തീറ്റ ആയിട്ട് എഴുതാം. എൻ കോസ് തീറ്റ എന്ന് പറയുന്നത് mg പ്ലസ് എഫ് സൈൻ തീറ്റയാണ്. ഇനി നമുക്ക് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എഫ് സൈൻ തീറ്റനെ നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നോക്കിയേ, എൻ കോസ് തീറ്റ എന്താവും? മൈനസ് എഫ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാം? ഇസ് ഈക്വൽ ടു mg. ഇസ് ഇക്വേഷൻ നമ്പർ 1. നമുക്ക് കിട്ടി അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ കോസ് തീറ്റ ഈക്വൽ ടു mg പ്ലസ് എഫ് സൈൻ തീറ്റ. അതിൽ നിന്ന് എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു mg ആയിട്ട് എഴുതി. ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരൊക്കെയാണ്? അതായത് എന്നിൻ്റെ ഒരു ഭാഗം, അതായത് എൻ സൈൻ തീറ്റയും എഫിൻ്റെ ഒരു ഭാഗം, അതായത് എഫ് കോസ് തീറ്റയും. അതിൻ്റെ സമ്മാണ് നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് എഴുതാവുന്നത്. ഇപ്പോൾ എഫ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ, സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു mv സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ അല്ലേ. അപ്പോൾ എഫ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു mv സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആണ്. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ നമ്പർ 1ഉം കിട്ടി, ഇക്വേഷൻ നമ്പർ 2ഉം കിട്ടി. ഇവിടെ നമുക്ക് 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇവിടെ എൻ ലെഫ്റ്റ് സൈഡ് ആദ്യം ചെയ്യാം. അപ്പോൾ എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എഫ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ ഈക്വൽ ടു റൈറ്റ് സൈഡിലോ mg ഡിവൈഡഡ് ബൈ mv സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ അല്ലേ. ഇതിനകത്ത് കോമൺ ടേം ഏതൊക്കെയാണ്? എമ്മും അല്ലേ. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ g ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ കിട്ടും. ഇതിനൊന്ന് റെസിപ്രോക്കൽ നമുക്കൊന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ g ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ആയിട്ട് എഴുതാം. gr ഡിവൈഡഡ് ബൈ വി സ്ക്വയർ കിട്ടും. ഇനി അടുത്തതായിട്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ടേമിൽ ഓരോ ടേമിനും, ഇതിൻ്റെ ഫസ്റ്റ് ടേം ഏതാ? എൻ കോസ് തീറ്റ ആണല്ലേ. എൻ കോസ് തീറ്റ വെച്ചിട്ട് ഓരോ ടേമിനും നമുക്ക് ഡിവൈഡ് ചെയ്യാം. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ഇക്വേഷൻ വരും? അതിങ്ങനെ എഴുതാം, എൻ കോസ് തീറ്റ ഡിവൈഡ് ബൈ എൻ കോസ് തീറ്റ മൈനസ്
F sin theta divided by n cos theta all divided by F cos theta by n cos theta plus n sin theta by എന്താണ് n cos theta. ഈ റൈറ്റ് സൈഡിൽ നമുക്ക് അങ്ങനെ കൊടുത്താൽ മതി RG ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. n cos theta ബൈ n cos theta എന്ന് പറയുമ്പോൾ എന്താണ്, കൂടെ ഒന്ന് വരച്ചിടാം. 1 മൈനസ് എഫ് ബൈ എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ്സ് ഈക്വൽ ടു മ്യൂ ആണല്ലേ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് മ്യൂ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ, ഇവിടെ എന്ത് വരും, കോസ് തീറ്റ ബൈ കോസ് തീറ്റയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എഫ് ബൈ എൻ ഉണ്ട് അവിടെ, ദാറ്റ്സ് ഈക്വൽ ടു മ്യൂ പ്ലസ് എൻ ബൈ എൻ പോവും, പിന്നെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ടാൻ തീറ്റയാണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാം, ആർ ജി ബൈ വി സ്ക്വയർ. ഇതിൽ നമുക്ക് വി സ്ക്വയർ കണ്ടുപിടിക്കാം. വി സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ വി സ്ക്വയർ ഇസ് ഈക്വൽ എന്ത് കിട്ടും, ആർ ജി ഇൻറ്റു ഇതിനെ അങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുപോകും അല്ലേ, ഇറ്റ് ഈസ് മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ അല്ലേ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഇനി നമുക്ക് വി കണ്ടുപിടിക്കണം അല്ലേ, മുകളിലേക്ക് എഴുതാം, സ്പേസ് ഇല്ലല്ലോ, നമുക്ക് മുകളിലേക്ക് എഴുതാം. സോ വി ഇസ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാം, റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഇതാണ് ഇത് റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ എന്നുള്ളതാണ് ഈ ഒബ്ജക്റ്റിന്, ഈ വെഹിക്കിളിന് പോകാൻ പറ്റാവുന്ന മാക്സിമം സേഫ് സ്പീഡ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്ത തേർഡ് പാർട്ട്, ക്വസ്റ്റ്യൻ്റെ തേർഡ് പാർട്ട് ഏതാ നമുക്ക് നോക്കാം. എ സർക്കുലർ റോഡ് ഓഫ് റേഡിയസ് 300 മീറ്റർ ഈസ് ബാങ്ക്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 15 ഡിഗ്രി. അപ്പോൾ ഈ സർക്കുലർ റോഡാണ്, അപ്പോൾ അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു എത്രയാണ്, 300 മീറ്റർ ആണ്. റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു 300 മീറ്റർ. ഇതുണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്, 15 ഡിഗ്രി. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് മ്യൂ ഇസ് ഈക്വൽ ടു 0.2. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഒപ്റ്റിമം സ്പീഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒപ്റ്റിമം സ്പീഡ് ഈ ജിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒപ്റ്റിമം സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ അല്ലേ. ഇവിടെ എല്ലാ ടൈംസും നമുക്ക് തന്നിട്ടുണ്ട്. ആർ എന്ന് പറയുന്നത് 300 ആണ്, യൂണിറ്റ് മീറ്റർ തന്നെ. ജി എന്ന് പറയുന്നത് 9.8. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്, ടാൻ 15 ഡിഗ്രി. അപ്പോൾ റൂട്ട് ഓഫ് 300 ഇൻറ്റു 9.8 ഇൻറ്റു ടാൻ 15. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒപ്റ്റിമം സ്പീഡ് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ്സ്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്താ പറയുന്നത്, എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സ് ടു ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ നമുക്കറിയാം എനർജീനെ കുറിച്ചിട്ടല്ല, വർക്കിനെ കുറിച്ചിട്ടല്ല, പിന്നെ എന്തിനെ കുറിച്ചിട്ടാണ്, ഇനേർഷ്യനെ കുറിച്ചിട്ടാണ്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇനേർഷ്യനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർക്കുലർ മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തൊട്ട് മുമ്പേ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്നാലും ചെറിയൊരു ചേഞ്ച് ക്വസ്റ്റ്യനിൽ ടേംസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ നെയിംസ് ഓഫ് ഫോഴ്സസ് എ ബി സി ആൻഡ് ഡി ഇൻ ദ ഫിഗർ. അപ്പോൾ നോക്കുക, ഇതൊരു ബാങ്ക്ഡ് റോഡാണ് അല്ലേ, ബാങ്ക്ഡ് റോഡാണ്. ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് നേരെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നേരെ താഴോട്ട് അനുഭവപ്പെടുന്നത്, നേരെ താഴേക്ക് വരുന്നത് ഏതാണ്, ദാറ്റ് ഈസ് ദ വെയിറ്റ് ആണ് അല്ലേ. ബി എന്ന് പറയുന്നത് വെയിറ്റ് mg. ദെൻ എ എന്ന് പറയുന്നത് ഏതാണ്, നോർമൽ റിയാക്ഷൻ ആണ്. എ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ ആണ്. ഡി എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്.
ദെൻ സി എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇക്വേഷൻ വിച്ച് ഇക്വേറ്റ് ദ ഫോഴ്സസ് ഓൺ ദ കാർ അലോങ് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷൻ. എന്താണ് ബാങ്ക് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇന്നർ എഡ്ജിനെ അപേക്ഷിച്ച് ഔട്ടർ എഡ്ജ് റേസ് ചെയ്ത് പണിയുന്നതിനാണ് നമ്മൾ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എം മാസമുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ നേരെ താഴോട്ട് അനുഭവപ്പെടുന്നതാണ് വെയിറ്റ് എം ജി. ഇനി ഈ സർഫസിന് നോർമലായിട്ട് വരുന്നതാണ് നോർമൽ റിയാക്ഷൻ എൻ. ഈ എന്നിനെ നമുക്ക് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാവുന്നതാണ്. ഇതും ഇതും. ഇത് എൻ കോസ് തീറ്റയും ഇതെന്താണ് എൻ സൈൻ തീറ്റയും ആയിരിക്കും അല്ലേ? ആംഗിളാണ് തീറ്റ. അപ്പോൾ എൻ കോസ് തീറ്റയും എൻ സൈൻ തീറ്റയാണ്. ദെൻ ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമുക്ക് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ ഇത് തന്നെ നമുക്ക് താഴേക്ക് വരുന്നത് ഈ ആംഗിൾ തീറ്റയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ താഴേക്ക് വരുന്നത് എഫ് സൈൻ തീറ്റ ആയിരിക്കും. ഈ ടേം എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ഇനി അപ്വേർഡ് ഫോഴ്സ് ഡൗൺവേർഡ് ഫോഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാം? എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ ആയിട്ട് എഴുതാം. ഇനി ഈ എഫ് കോസ് തീറ്റ ദെൻ എൻ കോസ് തീറ്റ ഇത് രണ്ടുമാണ് നമുക്ക് ഈ ഒബ്ജക്റ്റിന് ഒരു സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. ഇത് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആണ് അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? എഫ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റയാണ്. നമുക്ക് ഇക്വേറ്റ് ചെയ്യുന്നത് എൻ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം ജി പ്ലസ് എഫ് സൈൻ തീറ്റയും ദെൻ എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റയും. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഏതൊക്കെയാണ് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? ഒന്നാമത്തെ നമുക്ക് പറയാം ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ സർഫസ്. രണ്ടാമത്തേതോ ദ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ ആർ. അതായത് നമുക്ക് പറയാം എഫ് എക്സ് മാക്സ്. അതായത് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് ദ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രൊപ്പോർഷനാണ്? ഈ നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷനാണ്. ദാറ്റ് ഈസ് എഫ് എക്സ് മാക്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു എൻ. ദെർഫോർ എഫ് എക്സ് മാക്സ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാം? മ്യൂ എസ് ഇൻറ്റു എൻ ആയിട്ട് എഴുതാം. മ്യൂ എസ് ഇൻറ്റു എൻ. ഇവിടെ മ്യൂ എസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ്സ് എ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, we can say that when two or more bodies interact with one another in the absence of an external force, their total momentum remains constant. അപ്പോൾ നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് പി ആണ്. എഫ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് പി ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു സീറോ ആണ്. അല്ലെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് പി ഇസ് ഓൾസോ സീറോ. ദാറ്റ് ഈസ് പി ഇസ് ഈക്വൽ ടു എന്താണ്? എ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്രകാരമാണ് വെൻ ടു ഓർ more bodies interact with one another in the absence of an external force, their total momentum remains constant. State Newton's second law of motion and write the equation of force. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് directly proportional to the applied force and takes place in the direction of the force. അപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് നമുക്ക് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി ബൈ ഡി ടി ഓഫ് പി ആയിട്ട് എഴുതാം. ഇത് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഇതിൽ നിന്ന് ഇക്വേഷൻ ഓഫ് ഫോഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതാണ്. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി ബൈ ഡി ടി ഓഫ് പി ആണ്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ മൊമെൻറ്റം അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എന്തായിട്ട് എഴുതാം? എം ഇൻറ്റു വി ആയിട്ട് എഴുതാം. ദെൻ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റീനെ നമുക്ക് ഈക്വൽ സൈൻ ആയിട്ട് മാറ്റാം. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എന്താണ്? എം ഇൻറ്റു വി ആണ്. ഇവിടെ എം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം അല്ലേ? കെ ഇൻറ്റു എം ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി ആയിട്ട് എഴുതാം. എന്താണ് ഡി ബൈ ഡി ടി ഓഫ് വി എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദ ആക്സിലറേഷൻ. ദാറ്റ് ഈസ് കെ ഇൻറ്റു എം ഇൻറ്റു എ ആണ്.
ഇവിടെ കെയുടെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് ദാറ്റ് ഇസ് എഫ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാം? എം എ ആയിട്ട് എഴുതാം. അതായത് ഇക്വേഷൻ ഓഫ് ഫോഴ്സ് സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് ഇക്വേഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയും ബാങ്കിങ് ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇതേ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിരിക്കുന്നത് കാണാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ് പറയുന്നത്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ സർഫസ്. ദെൻ ദ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ ആർ. ഇനി എൻ ഇറ്റ് ഈസ് എഫ് എക്സ് മാക്സ്, അതായത് മാക്സിമം വാല്യൂ ഓഫ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. സോ നമുക്കത് എഫ് എക്സ് മാക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ പ്രൊപ്പോർഷണൽ സൈന് നമ്മൾ ഈക്വൽ സൈൻ ആക്കുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, അതായത് മ്യൂ എസ് ആണ്. മ്യൂ എസ് ഇൻറ്റു എൻ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ, എൻ അല്ലെങ്കിൽ ആർ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ എ കാർ in a circular motion through a banked road is shown. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ തന്നെയാണ്, പല പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു ബാങ്ക്ഡ് റോഡിൽ ഉള്ള ഒരു കാറിന്മേൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ്. ഒന്നാമത്തെ നമുക്ക് താഴേക്ക് വെയിറ്റ് കാണിച്ചിട്ടുണ്ട്, ദെൻ എ കാണിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്താണ്? ഈ സർഫസിന്, അതായത് നമ്മളൊരു ഡയഗ്രാം സൈഡിൽ വരയ്ക്കുകയാണ്. ഒരു സർഫസ്, ഇത് ഇൻക്ലൈൻ പ്ലെയിൻ ആണ്, അതായത് ബാങ്ക്ഡ് റോഡാണ്. വെയിറ്റ് നേരെ താഴേക്ക് അനുഭവപ്പെടുന്നു. ഈ സർഫസിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, ഇത് ഈ സർഫസിന് 90 ഡിഗ്രിയിലായിരിക്കും നോർമൽ റിയാക്ഷൻ അനുഭവപ്പെടുക. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ നോർമൽ റിയാക്ഷൻ ആണ്. ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ? എഫ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അതിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്തിട്ടുണ്ട്. എഫ് സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയും ഉണ്ട്. ദെൻ അപ്പോൾ നമുക്ക് ഈ നോർമൽ റിയാക്ഷനെയും, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ എഫിനെ നമുക്ക് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാവുന്നതാണ്. ഇത് ആംഗിൾ തീറ്റ ആയതുകൊണ്ട് തന്നെ ഇത് എഫ് കോസ് തീറ്റ വരും. ദെൻ നേരെ താഴേക്ക് എന്തും വരും? എഫ് സൈൻ തീറ്റയും വരും. ഇനി ഈ നോർമൽ റിയാക്ഷനെ നമുക്ക് റിസോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുന്ന സമയത്ത് നേരെ മുകളിലേക്ക്, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇത് എൻ കോസ് തീറ്റയാണ്. അതുപോലെ തന്നെ ഇത് വരുന്നത് ഏതാണ്? എൻ സൈൻ തീറ്റയാണ്. എൻ കോസ് തീറ്റയും ഇത് എൻ കോസ് തീറ്റയും ഇത് എൻ സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ബി, ഈ ബിയുടെ ഡയറക്ഷൻ ഇവിടെ ബി കാണിച്ചിട്ടുണ്ട്. ഈ ബി എന്ന് പറയുന്നത് എന്താണ്? ബി ഈസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റയാണ്. ഇതാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് എ സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇത് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഒരു പാർട്ടും നോർമൽ റിയാക്ഷൻ്റെ ഒരു പാർട്ടും സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ബി എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അപ്പോൾ റൈറ്റ് ദ നെയിം ഓഫ് ദ ഫോഴ്സസ് എ ആൻഡ് ബി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷനാണ്, എ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷനും ബി എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ സൈക്ലിസ്റ്റ് ട്രാവലിംഗ് ഓൺ എ ലെവൽ റോഡ് ടേക്സ് എ ഷാർപ്പ് സർക്കുലർ ടേൺ ഓഫ് റേഡിയസ് 3 meter without reducing the speed. The coefficient of static friction between the tires and road is 0.1. Calculate the maximum permissible speed to avoid slipping. അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ലെവൽ റോഡാണെന്നുള്ളത്. ഒരു ലെവൽ റോഡിൽ നമുക്കറിയാം മാക്സിമം പെർമിസിബിൾ സ്പീഡിനുള്ള എക്സ്പ്രഷൻ എന്താണ്? ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി ആണ് അല്ലേ? വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി ആണ് ഒരു ലെവൽ റോഡ്. ഇനി എന്താണ് മ്യൂ എന്ന് പറയുന്നത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? മ്യൂ ഇസ് ഈക്വൽ ടു 0.1 ആണ്. റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാണ്? ദാറ്റ്സ് ഈക്വൽ ടു 3 meter. ജി എന്ന് പറയുന്നോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 9.8 meter/second². അപ്പോൾ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂവിന് പകരം 0.1 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 3 ഇൻറ്റു 9.8 ഇട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് വി കണ്ടുപിടിക്കാവുന്നതാണ്.